ഹലോ കേസ് അങ്ങനെ ഞാൻ ഹൈവേ ആയിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, ഹൈവേ നിന്ന് നമ്മൾ പെട്രോൾ സർക്കുമ്പോഴാണ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേ അതിലൊരുമാതിരി ഒരുമാതിരി ഗെയിം പ്ലേ ആയിരുന്നു അത്. അപ്പോൾ ഇന്ന് ഞാൻ ഇതാകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരും ഉണ്ടായില്ലാത്തതുകൊണ്ട് ആരും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ FOV കുറച്ചിട്ടിരുന്നു. എനിക്ക് വ്യൂ ബോബിങ് ഇഷ്ടമല്ല, അതുകൊണ്ട് എല്ലാം ഞാൻ ഓഫാണ്. ഓഫാക്കിയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഓഫാക്കിയിടാറാണ് പതിവ്. പിന്നെ പ്രോയിലാണ് ഇടാറ്. ഗെയിം മോഡ് നമുക്ക് നേരെ ബെഡ് വാർസ്. ഓക്കെ, ലോഡായി. സോളോ. ഈ വീഡിയോ ശരിക്കും ഞാൻ കമൻട്രി കൊടുക്കാൻ വിചാരിച്ചില്ലായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ കമൻട്രി പറയുന്നത് തന്നെ പാടാണ്. എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗം മൊത്തം മ്യൂട്ടാക്കേണ്ടി വരും. അങ്ങനത്തെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് കമൻട്രി കൊടുക്കാണ്ടിരുന്നത്. വോട്ട് ചെയ്യാൻ മറന്നു. അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു മാപ്പാണ് ഇപ്പോൾ ജയിച്ചത്. ഇത് ഞാൻ ബ്രിഡ്ജ് ചെയ്യാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വേണം അങ്ങോട്ട് ചെയ്താൽ ട്രാപ്പ് ഡോറിൻ്റെ മേലേക്ക് കയറണം. വലിയ പണിയാണ്. എനിക്ക് ക്വിക്ക് ലൂട്ട് ആഡ് ഉണ്ട്. ആ ഒരു ആഡ് ഇന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എൻ്റെ ഒരു മൊബൈൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ലോഗിൻ ആകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ വൈഫൈ എടുത്തിട്ടായിരുന്നു ലോഗിൻ ചെയ്യാറ്. സൈഡ് റഷർ ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും ചത്ത് ഇനിയൊരു സോഡ് വാങ്ങിയിട്ട് പോവാം. ഓക്കെ, 5 ഡയമണ്ട്. ഓക്കെ, ഇനി എന്തായാലും ബ്ലോക്കൊക്കെ ആയിട്ടേ വരൂ. അപ്പോഴേക്കും നമുക്ക് പോയി ബെഡ് കവർ ചെയ്യണം. ഓക്കെ, ആദ്യം വന്ന് ജനറേറ്റർ അപ്ഗ്രേഡ് ചെയ്യാം. എന്നിട്ട് ഓക്കെ, ഒരു ഡീപ് ലൈറ്റ് ആർമർ. ഓക്കെ, ഈ ഡീപ് ലൈറ്റ് ഞാൻ വെറുതെ അവനെ കൊണ്ടുപോയി കൊടുക്കണോ? ഇത് ആർമറായതല്ലേ. ഈ ഗോൾഡ് നോക്കട്ടെ, സ്റ്റോർ ചെയ്യാം. അത് ഇരിക്കട്ടെ. എന്നിട്ട് അവൻ്റെ അങ്ങോട്ട് പിടിച്ചോ. അവൻ വന്നോന്നറിയില്ല. ഇല്ല, അവൻ വേറെ അങ്ങോട്ട് പോവാണ്. ഓക്കെ, ഓക്കെ, ഫൈനൽ കിൽ എനിക്ക് കിട്ടി. ഇനി ജനറേറ്ററിൽ പോയി സ്റ്റീൽ ചെയ്യാം. ഓക്കെ, ഇത് മൊത്തം നമുക്ക് ബ്ലോക്കും ആക്കാം. ഓക്കെ, ബാക്കി വന്ന 5 സ്റ്റോർ ചെയ്യാം.
എന്നിട്ട് അങ്ങോട്ടുള്ള ടീമിനെ പോയി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്ലൂ എന്നേക്കാൾ കിറ്റഡാണ്. ഓക്കെ ഓക്കെ പോകട്ടെ. എന്നിട്ട് എനിക്ക് അങ്ങോട്ട് പോകണം. ആ ബ്ലൂ ചത്തു. ഓക്കെ 2 കിട്ടി. ബ്ലൂ എലിമിനേറ്റ് ആയി, ഓറഞ്ചും എലിമിനേറ്റ് ആയി. ഓക്കെ അപ്പം എനിക്ക് സെൻട്രലിലോട്ട് പോയപ്പോഴേ. ഓക്കെ എൻ്റെ ഒരു പിക്കാക്സ് പോയി. അങ്ങനെ പ്രശ്നമില്ല, നോക്കി ബെഡ് ഒരു ലെയർ കൂടി കവർ ചെയ്യായിരുന്നു. അയൺ ആർമറായിട്ട്. ഓക്കെ ഇപ്പോൾ പിക്കാക്സിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. അതുകൊണ്ട് ഞാൻ അതിന് സൂട് വാങ്ങുന്നതായിരിക്കുന്നില്ല. കാരണം ഓറഞ്ചിന് ഇപ്പോൾ ബെഡില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു ഫൈനൽ കില്ലെങ്കിൽ അത് മതി, ഒന്നെങ്കിലും ഉണ്ടല്ലോ. ഇൻചാർജാണ്, അതിനാണ് നോക്ക് ബാക്ക് കൂടുതൽ. സം ഗോൾഡ് ആൻഡ് ബാക്കപ്പ് സൂടുണ്ട് ആൻഡ് ബാക്കപ്പ് ബ്ലോക്സ്. ഓക്കെ ഗോൾഡ് സ്റ്റോർ ചെയ്യാൻ ഏത് മതി. നമുക്ക് അവനെ പോയി എലിമിനേറ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ എൻ്റെ അടുത്ത് അയൺ സൂട്ടില്ല. ഞാൻ എന്തായിട്ട് സെൻട്രൽ ഐലൻഡിൽ ഈ കണക്റ്റ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും അവൻ വിങ്സൊക്കെ വാങ്ങിച്ചു. ഓക്കെ എന്തായാലും ഈ തവണ കുറച്ച് സേഫായിട്ട് പോകാം. അതായത് ഞാൻ നേരത്തെ ഇവിടെ നല്ല ഓക്കെ അവിടെ 21 എടുക്കുന്നത്. അപ്പം നമുക്കൊരു ബോ വാങ്ങാമായിരുന്നു. അതാകുമ്പോൾ അവൻ ഈ ബ്രിഡ്ജസിലൂടെ നടക്കുമ്പോൾ വെട്ടി വെച്ചിടാമായിരുന്നു. ഗോൾഡ് ആവശ്യത്തിനുണ്ടാവും. ഗോൾഡ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 11 ഓക്കെ 6 ബാക്കിയുള്ളൂ. നമുക്ക് 16 ധാരാളം. ഓക്കെ ഇനി ഇതുകൊണ്ട് ബ്ലോക്കില്ല, നമുക്ക് കുറച്ചുകൂടി ബ്ലോക്ക് വെച്ചിട്ട് പോകാം. സെൻട്രലിലോട്ട് പോവാം. ഇവിടെ ഒരു കുറവുണ്ട്. ശരിക്കും തന്നെ ക്യൂപ്രസ് ഞാൻ കുറച്ച് മാച്ച് കളിച്ചിരുന്നു. ക്യൂപ്രസ് ഭയങ്കര ഈസി, പെട്ടെന്ന് ജയിക്കാൻ പറ്റുന്നു. ബെഡ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായാലും കവർ ചെയ്യേണ്ടതായാലും ആവശ്യം എനിക്ക് വന്നില്ലായിരുന്നു. എൻ്റെ ബെഡ് പൊട്ടിക്കാനും വരെ വന്നില്ല, ഞാനെല്ലാവരും ബെഡ് പോയി പൊട്ടിക്കുകയും ചെയ്തു. ജനറേറ്റർ ഇവിടെയാണ്. ആരും വന്നില്ലാന്ന് തോന്നുന്നു. 16 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഡയമണ്ട് ആവാൻ പറ്റുമോ നോക്കാം. പിന്നെ ഇതിപ്പോൾ എൻ്റെ പ്രൈമറി സ്കിന്നല്ല,
ഇത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം എടുത്തിട്ട് അപ്പം ഞാൻ യൂസ് ചെയ്യാറ് വേറൊരു സ്കിന്നാണ്. ആ സ്കിന്നും ഇപ്പോൾ അവിടെ ഉണ്ട്. അത് ഇവിടുന്ന് മാറ്റാൻ കഴിയുമെന്ന് അറിയില്ല. അയ്യോ, എന്തായാലും ബെഡ് ഡിസ്ട്രോയ് ആയി. നോക്കി ഓറഞ്ചിൻ്റെ ബേസിൽ വന്നിട്ട് സേഫായി. ഞാൻ ജയിക്കുകയും ചെയ്തു. അവൻ താഴെ വന്നിട്ട്. ഓക്കെ എന്തായാലും ഒരു മാച്ച് കൂടി കളിക്കാം. ഇനിയിപ്പം നേരല്ല, നമുക്ക് ഒരു മാച്ച് കൂടി കളിക്കാം. ഞാൻ ആവശ്യമില്ലാത്ത ഭാഗത്തൊക്കെ കട്ട് ചെയ്ത് കളയും. എനിക്ക് വീഡിയോ വലുതാക്കി ഇടുന്നതിൽ വലിയ താല്പര്യമില്ല, കാരണം കുറേ സൈസാവും. എനിക്ക് വേറൊരു സെക്കൻഡ് അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് എനിക്കൊരു പുറത്തൊരു ബാഗുണ്ട്. ഈ വീഡിയോ തുടക്കത്തിൽ ഒരു പ്ലെയറിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. ഒരു പുറത്തൊരു എന്തോ 7th ബർത്ത്ഡേ ഇത്തവണയും വോട്ട് ചെയ്തില്ല. ഈ മാപ്പും അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ ഇതിനകത്തൊക്കെ ബ്രിഡ്ജ് ഒന്നെങ്കിൽ ഡയഗണലായിട്ട് ഐസ് ബ്രിഡ്ജ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ നേരെ പോയിട്ട് ഇങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇവിടേക്ക് വിട്ട് നേരെ അപ്പുറത്തെ ഡയമണ്ട് ഐലൻഡിലോട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഐസി ബ്രിഡ്ജ് ട്രൈ ചെയ്യാമായിരുന്നു. ഇതാണ് പ്രശ്നം, സ്പീഡ് ചെയ്യുമ്പോഴുള്ള. ഞാൻ കറക്റ്റ് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നേരെ കയറി ആദ്യം ജനറേറ്റർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. മിക്കവാറും എൻ്റെ ബെഡ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അവൻ ഇതുവരെ എത്തിയിട്ടില്ലേ നോക്ക്, അവൻ്റെ അടുത്തേക്ക് പിടിച്ച് ചെയ്യാം. അതേക്ക് നിന്നോ, അതാകുമ്പോൾ അവൻ അറിയാണ്ട് തന്നെ. ഇതിപ്പോൾ അവിടെ എന്തിനാ സ്പാം ചെയ്ത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അല്ലെങ്കിൽ അവനത് കിട്ടും. ഓക്കെ, താഴെ പോയിട്ടുണ്ട്. നമുക്ക് എസിന് വന്ന് ഈ ബെഡ് പൊട്ടിക്കാം. ഒരു കില്ല് കിട്ടി. എന്നിട്ട് നേരെ ഇങ്ങോട്ട് ഓടി വരിക, ഇതെടുക്കാം. ഓക്കെ, ഞാൻ ടീമപ്പ് ആവാറില്ല, കാരണം അധികം ആൾക്കാരും ടീമപ്പ് ആവാൻ നോക്കിയിട്ട് ചതിക്കാറാണ്. ഇപ്പോൾ നൈസിന് ടീമപ്പായിട്ട് ബെഡ് പൊട്ടിച്ചങ്ങ് കൊന്നു കളയാറാണ് ഇപ്പോൾ പതിവ്. അതുകൊണ്ട് ഞാനിപ്പോൾ ടീമപ്പ് ആവാൻ നിൽക്കാറില്ല. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവനെ തട്ടേണ്ടി വന്നത്. ഓക്കെ, നമ്മൾ ജനറേറ്ററിൽ ആവശ്യത്തിലുള്ളതായിട്ടുണ്ട്. അതിനായിട്ടുണ്ട് ഒരു അയണാർമറിലേക്ക് ഇടണം. പിക്കാക്സായി. കുറച്ച് ബ്ലോക്ക് മേടിക്കാം. ഓക്കെ, ഇത്രയും മതി. ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്യാം. അയ്യോ, പ്ലെയർ അതാ അവിടെ വന്നിട്ടുണ്ട്. അവൻ്റെ മേടിക്കാൻ പോയതായിരിക്കും.
തള്ളിയിടാൻ പറ്റുമോ? പറ്റില്ല. മിക്കവാറും എൻ്റെ ബെഡ് ഇപ്പോൾ പൊട്ടും. കാരണം അതിൻ്റെ ഒരു പിക്കാക്സ് ഉണ്ട്. എനിക്ക് കിട്ടാൻ വേണ്ടി വരുമോ? അയ്യോ, ഇത്തവണയാണ് ഞാൻ ബാക്കപ്പ് സോഡ് മേടിച്ചു. നമുക്ക് അവൻ്റെ ബേസിലേക്ക് ഇവിടെ പോയിട്ട് ഇവനെ അവിടെ നിന്ന് തള്ളിയിടാൻ പറ്റുന്നു. ഓക്കെ, സക്സസ്ഫുള്ളി ഞാൻ ഡെഡായിട്ടുണ്ട്. മഷ്റൂം കഴിഞ്ഞ വീഡിയോക്കകത്ത് ഈ മഷ്റൂം ആയിരുന്നു ഉള്ളത്. മഷ്റൂം എനിക്ക് വലിയ ഇഷ്ടമല്ല. ക്യാസിലുണ്ടായിരുന്നു, ക്യാസിലേക്ക് ഞാൻ കൂട്ടി. ക്യാസിൽ ഞാൻ കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഇവിടെ ഇതിൻ്റെ മേൽക്കൂടെ പിടിച്ചില്ല. പൊട്ടിച്ചതാ. പിന്നീട് പൊട്ടിക്കേണ്ട അവസ്ഥ വരില്ല. ഉണ്ട്, എന്നേക്കാൾ മുമ്പ് എത്തി. നമുക്ക് തന്നെ ഇതിൻ്റെ മേലെ കൂടെയും ബ്രിഡ്ജ് ചെയ്യായിരുന്നില്ലേ? ഇതെൻ്റെ നേരം വേസ്റ്റാക്കാണ്. നോ പ്രോബ്ലം. ബെഡിപ്പോൾ പൊട്ടും. ഓക്കെ, രണ്ടാമത് സെത്തു. ഹീറോ ഉണ്ട്. ഹീറോ ഒരു ആ ഒരു സ്ട്രക്ചർ എനിക്ക് നല്ല ഇഷ്ടമാണെങ്കിലും പക്ഷേ ഹീറോട് ഞാൻ എന്തായാലും ജയിച്ചിട്ടില്ല. ഈ ഹൈവിനോട് കമ്പയർ ചെയ്യുമ്പോൾ, ഹൈവിലെ സോളോനോട് കമ്പയർ ചെയ്യുമ്പോൾ സൂപ്പർ സോളോ ഈസിയാണ്. കാരണം അതിനകത്ത് 4 ടീമേ ഉള്ളൂ. പിന്നെ ഐലൻഡ്സൊക്കെ വളരെ അടുത്താണ്. അതിനകത്ത് ഇതാണിപ്പോൾ എൻ്റെ ഹോം ഐലൻഡ് എങ്കിൽ അവിടെ ഒരു അത്ര ദൂരമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു ഡയമണ്ട് ഐലൻഡും പിന്നെ ഇതാ ഇവിടെ തന്നെ ഒരു ഡയമണ്ട് ഐലൻഡ്, അവിടെ അടുത്ത് 2 എണ്ണം ഉണ്ടാവും ആക്സസിബിളായിട്ട്. പക്ഷേ പ്രശ്നമൊക്കെ റഷ് ചെയ്യുന്ന ഒരു കുറവാണ്. കാരണം പെട്ടെന്ന് ബെഡൊക്കെ കവർ ചെയ്തിട്ട് അവർ വരും. എൻ്റെ സൈഡ് റഷർ കുറച്ച് ലാഗിയാണ്. അയ്യോ, ഇതിപ്പോൾ നേരം കിട്ടുമെന്ന് അറിയില്ല. കാത്തുന്നില്ല. ഓക്കെ, ഇതാണ് കറക്റ്റായി ചെയ്യണം. രണ്ടാമത്തെ ഫോൺ. ഓക്കെ, ഈ വീഡിയോയിൽ നമുക്ക് ജയിക്കണം മാച്ച്. ഓക്കെ, നമുക്ക് അവനെ പോയി തട്ടിയിട്ട് അവൻ വാങ്ങിയ ഡീപ് സൈറ്റ് കൊണ്ട് വാങ്ങിയില്ല. ഓക്കെ, ഞാൻ ആർമറായിട്ടുണ്ട്. ഇനി ഗോൾഡ് ബ്ലോക്ക് ഇത് നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ വെക്കാം. ഗോൾഡ്
ഡയമണ്ടും വെച്ച് നമുക്ക് ഇവിടെയുള്ള എനിമേറ്റ് ചെയ്യാം. വെയിറ്റ്, ഞാൻ റെൻഡർ കുറച്ചിട്ടിരുന്നു, എനിക്ക് തീരെ പെർഫോമൻസ് കിട്ടാനായിട്ട്. ഓക്കെ, 12 റെക്കമെൻഡഡ്. റെഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് റെഡിനെ എനിമേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഞാൻ കുറേ ട്രൈ ചെയ്തോ പറ്റുന്നില്ല. അയ്യോ, അവിടേക്ക് ഞാൻ ബ്ലോക്കില്ലല്ലോ. എന്തായാലും വീട്ടിൽ പോയിട്ട് അയൺ ആർമർ ആയിട്ട് വരാം.